ഇതാണ് വടുകപ്പുളി നാരങ്ങ. ഇന്ന് ഇതുകൊണ്ടൊരു അച്ചാറാക്കിയാലോ? എന്നാൽ നമുക്ക് മുറിച്ചെടുക്കാം. ആദ്യം നല്ലോണം കുനുകുനാന്ന് അരിഞ്ഞെടുക്കണം. പകുതിയാക്കി ആദ്യം മുറിച്ച് അതിനെ ഇതുപോലെ ചെറുതാക്കി നന്നായിട്ട് അരിഞ്ഞെടുക്കണം. ഇത് നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തു നാരങ്ങ. അതിലേക്ക് 2 പച്ചമുളകും ഇഞ്ചി കുനുകുനാന്ന് നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. അത് ഇതിൽ ചേർക്കാനുള്ളതാണ്. അത് ഈ മുറിച്ച നാരങ്ങയിൽ ചെറുതായി അരിഞ്ഞിട്ട് ചേർക്കുക. പിന്നെ അതിലേക്ക് ഉലുവ വേണം. ഉലുവ വറുത്തെടുക്കണം. ഉലുവ വറുത്തതും അതുപോലെ തന്നെ കായം നല്ലെണ്ണയിൽ വറുത്തെടുക്കണം. ഉലുവ വറുക്കുമ്പോൾ എണ്ണയൊന്നും വേണ്ട, വെറുതെ വറുത്തെടുത്താൽ മതി. കായം ഇതുപോലെ നല്ലെണ്ണയിൽ വറുത്തെടുക്കുക. അത് രണ്ടും കൂടിയിട്ട് പൊടിച്ച് മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിക്കുക. നന്നായിട്ട് പൊടിച്ചെടുത്തതാണിത്. നമ്മൾ ആ നാരങ്ങ മുറിച്ചതിൽ ഉപ്പ് ഇട്ടു. ആവശ്യത്തിന് വേണ്ടെന്ന് നോക്കി പാകത്തിന് ഉപ്പിടുക. പിന്നെ അതിൽ മുളക്, അതും അവരവരുടെ എരിവിനനുസരിച്ച് ഇടാം. പിന്നെ അത് നന്നായിട്ട് ഇളക്കുക. അതിൽ ആ ഉലുവ വറുത്തത് പൊടിച്ചതും കായം പൊടിച്ചതും വറുത്ത് പൊടിച്ചതും ഒക്കെ ഇട്ട് ഇളക്കുക. നന്നായി ഇളക്കി വയ്ക്കുക. അതിലേക്ക് മഞ്ഞൾ തിളപ്പിച്ചിട്ട് ഒഴിക്കണം. മഞ്ഞൾ വെള്ളം തിളപ്പിച്ചൊഴിക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. പിന്നെ അതിലേക്ക് കറിവേപ്പില, കടുക് പൊട്ടിച്ച് വറുക്കണം. അതാണിത് അതിൽ കാണുന്നത്. കറിവേപ്പിലയും കടുകും വത്തൽമുളകും. അങ്ങനെ നാരങ്ങക്കറി റെഡി.